അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 6 വ്യാഴാഴ്ച. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അനാസ്ഥയിൽ രോഗി മരിച്ചെന്ന് പരാതി. കൊല്ലം പത്മനാഭ സ്വദേശി വേണുവാണ് ഇന്നലെ മരിച്ചത്. വേണുവിന് ആവശ്യമായ ചികിത്സ നൽകിയില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. താൻ മരിച്ചാൽ അതിന് കാരണം ആശുപത്രിയുടെ അനാസ്ഥയാണെന്ന് വേണു പറയുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു. ആൻജിയോഗ്രാമിന് ആശുപത്രിയിൽ എത്തിച്ച വേണുവിന് 6 ദിവസമായിട്ടും ചികിത്സ ലഭിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. നായയെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും രോഗികളെ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് വേണു തന്നെ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യ കേരളം വെന്റിലേറ്റർ ആയതിന്റെ ഇരയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ മരിച്ച കൊല്ലം പത്മനാഭ സ്വദേശി വേണുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വേണു മരിച്ചതല്ല, 9.5 വർഷം കൊണ്ട് ഈ സർക്കാർ തകർത്ത് തരിപ്പണമാക്കിയ ആരോഗ്യവകുപ്പും കുത്തഴിഞ്ഞ സംവിധാനങ്ങളും ചേർന്ന് കൊലപ്പെടുത്തിയതാണ്. സർക്കാർ ആശുപത്രികളിൽ ചികിത്സാ പിഴവും അനാസ്ഥയും തുടർച്ചയായി ഉണ്ടാകുന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആരോഗ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഒരു ജാള്യതയുമില്ലാതെ ആ കസേരയിലിരിക്കാൻ സാധിക്കുന്നതെന്നും രാജിവെച്ച് ഉത്തരവാദിത്വ ബോധമുള്ള ആരെയെങ്കിലും മന്ത്രിസ്ഥാനം ഏൽപ്പിക്കുന്നതാണ് സാധാരണക്കാരുടെ ആരോഗ്യത്തിനും ജീവനും നല്ലതെന്നും വേണുവിന്റെ ശബ്ദ സന്ദേശം മരണമൊഴിയായി പരിഗണിച്ച് ഉത്തരവാദികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി PS പ്രശാന്തിന്റെ കാലാവധി നീട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിയതോടെയാണ് ഈ നീക്കം. ഇതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പുതിയ ഭരണസമിതി വരുമെന്ന കാര്യത്തിൽ തീരുമാനമായി. TK ദേവകുമാർ പ്രസിഡന്റായേക്കാനാണ് സാധ്യത. ഇത് സംബന്ധിച്ച നിർണായക തീരുമാനം നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടാകും. വിളപ്പിൽ രാധാകൃഷ്ണൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ CPIയുടെ പ്രതിനിധിയാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ ഗവർണർ ഉടക്കിട്ടേക്കുമെന്ന ഭയത്താൽ നിലവിലെ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടേണ്ടതില്ലെന്നാണ് തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് BJP പ്രധാനമന്ത്രിക്ക് ഭീമ ഹർജി നൽകും. ഇതിനായി 1 കോടി അയ്യപ്പ ഭക്തരുടെ ഒപ്പ് ശേഖരിക്കുമെന്ന് ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. 25 കേന്ദ്രങ്ങളിൽ അയ്യപ്പ സംഗമം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഇതിന് പിറകിലുള്ളതെന്നും N വാസു പ്രസിഡന്റായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രത്യേക താൽപര്യം കൊണ്ടാണെന്നും എന്തുകൊണ്ടാണ് N വാസുവിനെ അറസ്റ്റ് ചെയ്യാത്തതെന്നും MT രമേശ് ചോദിച്ചു. സംസ്ഥാനത്ത് 4.5 വർഷത്തിനുള്ളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 6000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു. നെടുമങ്ങാട് KVSM ഗവൺമെന്റ് കോളേജിൽ പുതിയ ഹിസ്റ്ററി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ സിന്തറ്റിക് ട്രാക്കിന് PT ഉഷ വാഗ്ദാനം ചെയ്ത തുക നഷ്ടപ്പെടുത്തിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. 19 കോടിയാണ് നഷ്ടപ്പെടുത്തിയതെന്നും പിന്നീട് ഈ തുക കൊണ്ടാണ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് സ്റ്റേഡിയം സിന്തറ്റിക് ട്രാക്ക് ആക്കിയതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കോഫി ടൈം പരിപാടിയിലാണ് സുരേഷ് ഗോപിയുടെ ആരോപണം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രസംഗിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റിക്കെതിരെ വളയത്ത് DYFI പ്രകടനം. UDF സംഘടിപ്പിച്ച ജനപക്ഷയാത്രയുടെ സമാപനത്തിലെ പ്രസംഗത്തിനെതിരെയാണ് പ്രതിഷേധം. ഉദ്ഘാടകനായ ഷാഫി പറമ്പിൽ MP വേദി വിട്ടതിന് പിന്നാലെയാണ് പ്രകോപന മുദ്രാവാക്യങ്ങളുമായി പ്രകടനം നടത്തിയത്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെ പുകഴ്ത്തി കോൺഗ്രസ് നേതാവ്. ഗണേഷ് കുമാറിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയിപ്പിക്കണമെന്ന് കൊല്ലം വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ അസീസ് പരസ്യമായി ആഹ്വാനം ചെയ്തു. ഗണേഷ് കുമാർ കായ്ഫലമുള്ള മരമാണെന്നും കായ്ക്കാത്ത മച്ചിമരങ്ങളെ തിരിച്ചറിയണമെന്നും അബ്ദുൾ അസീസ് പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് റാപ്പർ വേടന് നൽകിയതിൽ പ്രതികരിച്ച് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. വേടന് അവാർഡ് നൽകിയതിനെക്കുറിച്ച് ചലച്ചിത്ര അവാർഡ് നിർണയിച്ച ജൂറിയോട് ചോദിക്കേണ്ടതാണെന്നും താൻ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും കൈതപ്രം പറഞ്ഞു. വിമർശനവും സുദർശനവുമൊക്കെ ഉണ്ടാകുമെന്നും അത് അതിന്റെ വഴിക്ക് പോകട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പഴയ രചനകൾ മാത്രമല്ല മികച്ചതെന്നും
ജൂറി ഏകകണ്ഠമായാണ് വേടന് അവാർഡ് നൽകാൻ തീരുമാനിച്ചതെന്നും സംസ്ഥാന ചലച്ചിത്ര ജൂറി അംഗം ഗായത്രി അശോകൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിയോട് സഹതാപം മാത്രമേ ഉള്ളൂവെന്ന് ബിജെപി നേതാവ് ബി ഗോപാലകൃഷ്ണൻ. ഹരിയാനയിൽ വോട്ട് കൊള്ള ആരോപിച്ച് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബി ഗോപാലകൃഷ്ണന്റെ പഴയ വീഡിയോ ദൃശ്യങ്ങളും പ്രദർശിപ്പിച്ചിരുന്നു. ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് രാഹുൽ ഗാന്ധിയോട് സഹതാപം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ലെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കുവൈത്തിലെത്തി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യൻ എംബസി പ്രതിനിധികളും ലോക കേരള സഭാംഗങ്ങളും മലയാളം മിഷൻ കല കുവൈത്ത് ഭാരവാഹികളും ചേർന്ന് ഔദ്യോഗിക സ്വീകരണം നൽകി. ഇന്ന് കുവൈത്ത് സർക്കാർ പ്രതിനിധികളുമായുള്ള പ്രധാന കൂടിക്കാഴ്ചകളും ചർച്ചകളും നടക്കും. നാളെ വൈകിട്ട് 4:30 നടക്കുന്ന മഹാസമ്മേളനത്തിൽ മുഖ്യമന്ത്രി കുവൈത്തിലെ മലയാളികളെ നേരിട്ട് അഭിസംബോധന ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി പരസ്യധാരണയ്ക്കില്ലെന്ന് UDF. കോഴിക്കോട് ജില്ലയിലടക്കം വെൽഫെയർ പാർട്ടിയുമായി പരസ്യധാരണ ഉണ്ടാകില്ലെന്ന് മുസ്ലിം ലീഗും കോൺഗ്രസും വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് കണ്ടാണ് പുതിയ തീരുമാനം. പട്ടാമ്പി നഗരസഭ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തുനിന്ന് രാജിവെച്ച TP ഷാജി വീണ്ടും കോൺഗ്രസിൽ ചേർന്നു. ഷാജിക്ക് തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്ത് സ്വീകരണം നൽകി. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഷാജിയെ സ്വീകരിച്ചു. TP ഷാജിക്കൊപ്പമുള്ള V4 പട്ടാമ്പി പ്രവർത്തകരും കോൺഗ്രസിൽ ചേർന്നു. തിരുവല്ലയിൽ പ്രണയപ്പകയിൽ 19-കാരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്ന കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പത്തനംതിട്ട അയിരൂർ സ്വദേശിനി കവിത കൊല്ലപ്പെട്ട കേസിലാണ് പ്രതി അജിൻ റെജി മാത്യുവിനെ പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. 2019 മാർച്ച് 12-ന് തിരുവല്ലയിൽ വച്ചാണ് ക്രൂര കൊലപാതകം നടന്നത്. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ കടലാക്രമണത്തിൽ 7 വള്ളങ്ങൾ തകർന്നു. ഇന്നലെ വൈകിട്ട് മീൻപിടുത്തം കഴിഞ്ഞ് തീരത്ത് കയറ്റിയിട്ടിരുന്ന ഫൈബർ വള്ളങ്ങളാണ് അപ്രതീക്ഷിതമായുണ്ടായ കടലാക്രമണത്തിൽ നശിച്ചത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു കടലേറ്റം. കോവളം ബീച്ചിലെയും പരിസര പ്രദേശങ്ങളിലെയും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾക്കായി 1.19 കോടി രൂപ സർക്കാർ അനുവദിച്ചു. പ്രദേശത്ത് സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം ഉൾപ്പെടെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. തെരുവ് വിളക്കുകൾ തെളിയാത്തതും ആവശ്യമായ CCTVകൾ ഇല്ലാത്തതും വിനോദസഞ്ചാരികൾക്ക് പോലും പലപ്പോഴും ഭീഷണിയായിരുന്നു. ഏഴിമല നാവിക അക്കാദമിയുടെ ഭാഗമായുള്ള INS സാമോറിന്റെ കമാൻഡിംഗ് ഓഫീസർ ശ്രീകുമാർ K. പിള്ളയെ കൈക്കൂലി കേസിൽ നാവികസേന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരാറുകാരിൽ നിന്ന് പണം കൈപ്പറ്റിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. വർക്കലയിൽ ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ തള്ളിയിട്ട സംഭവത്തിൽ പ്രതി സുരേഷ് കുമാർ മദ്യലഹരിയിലായിരുന്നുവെന്നതിന് ഡിജിറ്റൽ തെളിവും പുറത്ത്. ട്രെയിൻ കയറുന്നതിന് മുൻപ് പ്രതിയും ബന്ധുവും ചേർന്ന് മദ്യപിച്ചതായി ബാറിലെ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സംഭവത്തിലെ പ്രധാന സാക്ഷിയെ അന്വേഷിക്കുകയാണ് പോലീസ്. ട്രെയിനിൽ നിന്നും പിടിച്ചു തള്ളിയ രണ്ടാമത്തെ പെൺകുട്ടിയെ സഹായിച്ച സാക്ഷിയെ തേടിയാണ് പോലീസ് അന്വേഷണം നടക്കുന്നത്. എറണാകുളം അങ്കമാലി കറുകുറ്റിയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മൂമ്മ റോസിലിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇവർ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി പോലീസ് ഇന്നലെ കണ്ടെത്തിയിരുന്നു. മാനസിക വിഭ്രാന്തിയെ തുടർന്നാണ് കൊലപാതകമെന്നാണ് നിഗമനം. കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവത്തിൽ 3 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. തമിഴ്നാട് വിരുധനഗർ ജില്ലയിലെ ബന്തൽഗുഡി സ്റ്റേഷനിലെ SI നാഗരാജൻ ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. നവംബർ 3-ന് രാത്രിയാണ് ഇയാൾ പോലീസിന്റെ കയ്യിൽ നിന്നും ചാടിപ്പോയത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിൽ തമിഴ്നാട് ഭരിക്കുന്ന പാർട്ടിയായ DMK. തമിഴ് വോട്ടുകൾ കൂടുതലുള്ള പീരുമേട്, ദേവികുളം എന്നീ താലൂക്കുകളിലെ പഞ്ചായത്തുകളിലാണ് DMK സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുക. ഇടുക്കിയിലെ അതിർത്തി താലൂക്കുകളായ പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം എന്നിവിടങ്ങളിലെ തോട്ടം തൊഴിലാളികൾക്കിടയിൽ തങ്ങൾക്ക് സ്വാധീനമുണ്ടെന്നാണ് DMKയുടെ വാദം. അവളുടെ ആഗ്രഹമല്ലേ, അവള് തർക്കട്ടെ. KSFയുടെ പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം.
KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ബീഹാറിൽ ഒന്നാംഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 18 ജില്ലകളിലെ 121 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. 1314 സ്ഥാനാർത്ഥികളാണ് 3.75 കോടി വോട്ടർമാരുടെ പിന്തുണ തേടി മത്സരരംഗത്തുള്ളത്. ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് അടക്കമുള്ള സ്ഥാനാർത്ഥികൾ ഇന്ന് ജനവിധി തേടുന്നുണ്ട്. പരീക്ഷണ ഓട്ടത്തിനിടെ മുംബൈ മോണോ റെയിൽ ട്രെയിൻ പാളം തെറ്റി ബീമിലിടിച്ചു. ബുധനാഴ്ച രാവിലെ വഡാല ഡിപ്പോയിലായിരുന്നു സംഭവം. അപകടത്തിൽ ട്രെയിൻ ക്യാപ്റ്റനടക്കം 3 ജീവനക്കാർക്ക് പരിക്കേറ്റു. ട്രെയിനിൽ യാത്രക്കാരുണ്ടായിരുന്നില്ല. ഹരിയാനയിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഹരിയാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്ത്. ആരോപണത്തിൽ രേഖാമൂലം പരാതി നൽകണം എന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത്. ഇന്നലെയാണ് ഹരിയാനയിൽ വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേട് നടന്നുവെന്നും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വൻ ഗൂഢാലോചന നടത്തിയെന്നും ആരോപിച്ച് രാഹുൽ രംഗത്തെത്തിയത്. രാഹുൽ ഗാന്ധി നടത്തിയ ഓപ്പറേഷൻ സർക്കാർ ചോരി ആരോപണത്തിന് പിന്നാലെ വെളിപ്പെടുത്തലുകളുമായി ഹരിയാനയിലെ വോട്ടർ. രാഹുൽ ഗാന്ധി പരാമർശിച്ച സ്വീറ്റി യഥാർത്ഥ വോട്ടറെന്ന് റിപ്പോർട്ട്. 2012 കിട്ടിയ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്തുവെന്ന് സ്വീറ്റി ഒരു ഇംഗ്ലീഷ് മാധ്യമത്തോട് വ്യക്തമാക്കി. വോട്ടർ പട്ടികയിൽ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വന്നതെങ്ങനെയെന്നറിയില്ലെന്നും സ്വീറ്റി പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ട് കൊള്ള ആരോപണത്തിൽ പരാമർശിച്ച ബ്രസീലിയൻ മോഡൽ പ്രതികരണവുമായി രംഗത്ത്. ബ്രസീലിയൻ മോഡൽ ലാരിസയാണ് തന്റെ പഴയ ചിത്രം തട്ടിപ്പിനുപയോഗിച്ചെന്ന വീഡിയോ സന്ദേശവുമായി ഇപ്പോൾ രംഗത്തെത്തിയത്. കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേറ്റാണ് ബ്രസീലിയൻ മോഡലിന്റെ പ്രതികരണമടങ്ങിയ വീഡിയോ സന്ദേശം എക്സിൽ പങ്കുവച്ചത്. തട്ടിപ്പിനെക്കുറിച്ച് വിശ്വസിക്കാനാകുന്നില്ലെന്നും എല്ലാവരും ഇത് കണ്ട് ചിരിക്കുകയാണെന്നുമാണ് വീഡിയോയിൽ ലാരിസ പറയുന്നത്. തന്റെ പഴയ ഫോട്ടോയാണതെന്നും ഇതെന്ത് ഭ്രാന്താണെന്നും ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നും വീഡിയോയിൽ ലാരിസ ചോദിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിലടക്കം ലക്ഷക്കണക്കിന് പേർ ഫോളോവേഴ്സുള്ള ബ്രസീലിയൻ മോഡലാണ് ലാരിസ. ദില്ലി കലാപത്തിലെ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് ഉമർ ഖാലിദ് അടക്കമുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വീണ്ടും വാദം തുടരും. കഴിഞ്ഞ തവണ കേസിൽ പ്രോസിക്യൂഷൻ വാദിച്ച മീരാൻ ഹൈദർ ഗൂഢാലോചന കുറ്റത്തിൽ തന്നെ ഉൾപ്പെടുത്താനാവില്ലെന്ന് ഉമർ ഖാലിദ് വ്യക്തമാക്കിയിരുന്നു. പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഫോട്ടോയിൽ മീരാൻ ഹൈദർ ഇല്ലെന്ന് ഉമർ ഖാലിദിന്റെ അഭിഭാഷകനായ സിദ്ധാർത്ഥ് അഗർവാൾ ചൂണ്ടിക്കാട്ടി. ഗുരുനാനാക്ക് ദേവിന്റെ പ്രകാശ് പൂർബ് ആഘോഷങ്ങൾക്കായി ഏകദേശം 2000 സിഖ് തീർത്ഥാടകരെ അട്ടാരി വാഗ അതിർത്തി വഴി പാകിസ്ഥാനിലേക്ക് കടത്തിവിട്ടപ്പോൾ ഹിന്ദുക്കളെ തടഞ്ഞതായി റിപ്പോർട്ട്. പാക് അധികൃതർ ഹിന്ദു തീർത്ഥാടകരെ തടഞ്ഞു നിർത്തി തിരികെ പോകാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. അമേരിക്കയിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച നിരവധി ഇന്ത്യൻ വംശജർക്കും മിന്നും വിജയം. മലയാളിയായ റോബിൻ ഇലക്കാട്ട് 3ാം തവണയും ടെക്സസിലെ മിസൂറി സിറ്റിയുടെ സാരഥിയാകും. വൻ ജനപിന്തുണയോടെയാണ് റോബിൻ ജയിച്ചു കയറിയത്. വെർജീനിയയിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറും ജനിച്ചത് ഇന്ത്യയിലാണ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവേളയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ മധ്യസ്ഥത വഹിച്ചുവെന്ന വാദം ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 8 യുദ്ധവിമാനങ്ങളാണ് സംഘർഷവേളയിൽ വെടിവെച്ച് വീഴ്ത്തപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ 7 യുദ്ധവിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയെന്നായിരുന്നു ട്രംപിന്റെ വാദം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.